അസ്സലാമു അലൈക്കും. അപ്പം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നത്തെ വിശേഷം വിത്ത് മൈ മമ്മി. മമ്മി ഇങ്ങോട്ട് നോക്കൂ. എവിടെ മമ്മി? എന്താ മമ്മി വിത്ത് മൈ ചൂട്ടിപ്പെണ്ണേ. ആരത് പിയാച്ചി അതാരാ? ആരത് നോക്ക്. കുട്ടി വിചാരിക്കും ഈ സാധനത്തിനായി എപ്പോ കണ്ടാലും ഈ ഒരു ക്യാമറ ഓൺ ആക്കിയിട്ടല്ല വിചാരിക്കണ്ടോ. ഇവളും ഇത് ഫോണും തമ്മിൽ എന്തെങ്ങനെയാ വിചാരിക്കണ്ടാവും അല്ലേ? ദിസ് ഈസ് യോയോ അമ്മായി, വ്ളോഗ് അമ്മായി എന്ന് പറഞ്ഞിട്ടാ. വ്ളോഗമ്മായി വരുന്നുണ്ട്. ഹായ് ഗായ്സ് പറഞ്ഞ ഒരു ഹായ് കൊടുത്ത. ഹായ് പറഞ്ഞോടുത്ത ഒരു ഹായ് കൊടുക്കടി. ഹായ് ഹായ്. ഇന്ന് ആറ്റും ബബില് സ്കൂളിലേക്ക് പോയിക്കണേ. പറയേ ആറ്റും ബബില് സ്കൂളിലേക്ക് പോയിക്കണേ. ഇന്ന് ഞാനാണ് വ്ളോഗ് തുടങ്ങണത്. പറയും പറഞ്ഞെടുക്ക്. ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനാണ് ഗായ്സ്. ആറ്റും ബബില് സ്കൂളിലേക്ക് പോയിക്കണേ. പറയടി കൂട്ടുചേർക്കത്തിന് പരപ്പിരിയാണ്. നരപ്പിരി കുണ്ടമ്പിയാണ്. ചുണ്ടമ്പി. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളിപ്പോഴാണ് ഓണായത്. ഞങ്ങൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ അൽഹംദുലില്ലാ സാക്കുന്ന് നാട്ടിൽ വരികയാണ്. അപ്പോൾ സാക്കുവിനെ കുറേ ആയിക്കോളും നമ്മളെ വ്ളോഗിൽ എല്ലാവരും കണ്ടിട്ട്. അപ്പോൾ ഇന്നും പൊട്ടിട്ട് നമ്മളെ വ്ളോഗിൽ സാക്കും ഫാമിലിയും സജീവമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ സാക്കുന്ന നാട്ടിലേക്ക് വരികയാണ്. കുറേ നാളുകൾക്ക് ശേഷം വരികയാണ് എന്ന് പറഞ്ഞ പോലെ കുറേ മാസങ്ങൾക്ക് ശേഷം. എത്ര ആയത്തോ? അപ്പോൾ ഒരു വർഷം കഴിഞ്ഞില്ലേ ആയിട്ട്. അപ്പോൾ ഓളറിയാണെങ്കിൽ ഓൾക്ക് ഞാൻ പോയ കണക്കും ഓർമ്മയില്ല. ഓള് വലിയ ഡയലോഗ് അടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കാണുന്നത്. ഞാനും സാക്കും ജനിച്ചതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ക്യാപ്പ് ഇട്ടിട്ട് നിൽക്കുന്നത് ജീവിതത്തിൽ. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഞങ്ങൾ കല്യാണം കഴിച്ച് രണ്ട് വീട്ടിലേക്ക് പോയിട്ട് പോലും ഞങ്ങൾ അങ്ങനെ ഒരു ക്യാപ്പ് ഇട്ട് നിന്നിട്ടില്ല. ഒരു 4 ദിവസത്തിൽ കൂടുതൽ ഞങ്ങൾ അങ്ങനെ കാണാതിരിക്കാത്ത ആൾക്കാരായിരുന്നു. ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല എന്നാണ്. അപ്പോൾ എന്തായാലും ഇന്ന് സാക്കു നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഞങ്ങളിതാ ഓളെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം മാടത്തേക്ക് മുകളിലേക്ക് കയറിയത്. അപ്പോൾ ഇപ്പം കണ്ടി വരും. പക്ഷേ എങ്കിൽ മക്കൾ അറിഞ്ഞിട്ടില്ല. ഇനി പാറ്റക്കും ബബുലുക്കും ലീനുട്ടനും നമുക്ക് വൈകുന്നേരം ഒരു കിടിലൻ സർപ്രൈസ് കൊടുക്കണം. ഓരെ കാണുമ്പോൾ ഭയങ്കര രസമായിക്കാരം. കാരണം ആറ്റും ബബുലും ലീനു ആച്ചു അയ്മനും എന്ന് പറഞ്ഞെങ്കിൽ 5 ആളും ഈ ഒരു 5 വിരൽ പോലെ ജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ പെട്ടെന്നൊരു വർഷമായിട്ടാണ് ഇപ്പോൾ ഇവിടെ എൻ്റെ 3 ഓളെ 2 തമ്മിലൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഓലെ കാണുമ്പോൾ മക്കൾക്ക് അൽഹംദുലില്ലാ നല്ല സന്തോഷമാവും, ഭയങ്കര സന്തോഷമാകും. അപ്പോൾ എന്തായാലും ഓലെ സ്കൂളിട്ട് വരുന്ന നേരത്തേക്ക് നമ്മൾ ഓലെ കാണാൻ വേണ്ടിയിട്ട് ഇതാക്കണം, എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യണം എന്നാണ് സാക്കു പറഞ്ഞിട്ട്. ഓലെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങളിന്ന് വളാഞ്ചേരി പോകണം വിചാരിക്കണം. മക്കളെ മുടി കാര്യങ്ങളൊക്കെ വെട്ടലും ചെറിയൊരു ഷോപ്പിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ ഓല് സ്കൂൾ വിടുന്ന നേരത്തേക്ക് വളാഞ്ചേരിക്ക് പോകണം. അപ്പോൾ ആ നേരം ആകുമ്പോഴത്തേന് സാക്കും പിന്നെ അവരൊക്കെ പാടി മാവണ്ടൂരിലൊക്കെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും വളാഞ്ചേരിക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നേരത്തെ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഓൾക്ക് സർപ്രൈസ് കൊടുക്കണം. കാരണം ഓലായിട്ട് അവന് ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ ഒന്നും അറിയാത്ത പോലെ രീതിയിൽ അവരെ മുന്നിൽ ഒരു വന്ന് ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റായിട്ട് നടത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് എല്ലാ വിശേഷങ്ങളും കാണാട്ടോ. അമ്മായി വരുന്നുണ്ട്, ദുബായ് അമ്മായി വരുന്നുണ്ടടി. അമ്മായിയെ വിളിച്ചോണ്ടിട്ടാ. എന്നെ വിളിക്ക അമ്മായിയെ അങ്ങനെ വിളിച്ചോണ്ടി. ഇവൾക്ക് അമ്മായിയെ വിളിക്കണ്ടെന്നാ പറഞ്ഞത്. അമ്മായിയാന്ന് വിളിച്ചോണം ട്ടാ. എന്നെ ജയ്ബുമ്മ വിളിക്കാം, അല്ലെങ്കിൽ ജയ്ബു വിളിക്കാം. ഓക്കെ, മോളെ അമ്മായിയേന്ന് വിളിക്കാം ടാബിയച്ചോ അന്നിട്ടാ. സോലിയോ ഏതാണ് ചെറിയ ഓല ഷോല ആലാമി. അക്കി എത്ര പേരാടി? ഏടി അക്കി എത്ര പേരാടി? പിയാപ്പിന് ആദ്യമായിട്ട് കാണാൻ വരികയല്ലോ അമ്മായി. ശരിക്കും എത്ര മാസമായപ്പോ പോയത് സാക്കു? 6 7 8 9 തോന്നുന്നു അല്ലേ?
ആ അതന്നെ പ്രസവത്തിന് അന്ന് കൊണ്ടുപോയി, രാവിലെ കൊണ്ടുപോയി, വൈകുന്നേരം ഓള് പോയി. അങ്ങനെയായിരുന്നു. ആടി എന്റെ 7ാം മാസത്തില് പോയതാണ് എന്റെ വല്യമ്മായി. ഇങ്ങോട്ട് വരട്ടേന്നറിയ, അമ്മായി ആണത്രേ, അമ്മായി എന്നറിയണം കേട്ടാ. വല്യമ്മ പേരക്കുട്ടിനെ സുന്ദരിയാക്കുന്നു അല്ലേ? വരുന്നുണ്ടാ വരുന്നുണ്ടാ? യെസ്, അതാ വന്നു കഴിഞ്ഞ ഗൈസ്. വരുന്നു. ജാരിച്ചിട്ടാണ് കിടന്നു ഈളിടുന്ന്. അസ്സലാമലൈക്കും. എന്റെ ചൊത്തുമണി സാറായല്ല അടിക്കില്ല ലാസ്റ്റും. ഞാൻ പറയുന്നത് ഞങ്ങള് നീണ്ട ഇടവേളക്കൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഞങ്ങൾ ഇങ്ങനെ കാണാണ്ടിരിക്കുക. നമ്മുടെ ആച്ചുമ്മ വലൈക്കും സലാം. താത്തമാക്ക് അയ്മനം മുതലായി തടിപ്പിച്ച് ആകെ തടിച്ചു വരണേന്ന് പറയാം. താത്തമ്മ പേരക്കുട്ടിയോട് ദുബായിക്കൊണ്ടു തടിക്കാനാന്ന് വിചാരം. തീരെ മുതലാവാത്ത എന്റെ മക്കൾക്ക് എവിടെ പോയാലും തടിക്കൂല. അലീനൂട്ട് പിന്നെ ഓക്കെ. ഞങ്ങൾ ഓളോട് പറയായിരുന്നു അമ്മായിയേ വല്യമ്മായിയെന്ന് മാത്രം വിളിക്കണം, ഇന്നെ ജയിബോന്ന്. ഓളെ വല്യമ്മായിയെ എന്നാലും വന്നല്ലോ തന്റെ അടുത്തേക്ക്. ശരി സാക്കു ഞങ്ങള് പറയുന്നിപ്പോ ഇതിലുണ്ട്. ഞങ്ങള് പറഞ്ഞിട്ടോളൂ ഓളെ സാക്കുന് അതേ ഒച്ചത് പാ തുറന്നാ ബാന്ന് പറഞ്ഞിട്ട് വർത്താൻ പറയാ. ഞങ്ങളൊരു വല്യമ്മയുടെ ഒച്ച. ഇജേതാണ് ഇജേതാ ഇജ് മുന്നേ വന്നതല്ലേ? വീണ തേങ്ങ എടുക്കാനില്ല, എന്നാ പിന്നെ എടുക്കണില്ല. പിന്നെ ആളെ കിട്ടിയിട്ട് പോവാണ് വരണ്ട്, വൈകുന്നേരം വരണ്ട് കുട്ടികള് വരുമ്പോഴേ. എന്നാലും മളെ ഈ ഒരു ഒച്ച ഇബളണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നാട്ടുകാർക്കൊക്കെ അറിയാം ഇബള് വന്നിക്കണെന്നുള്ളത്. ഈടിട്ടിട്ട് അവിടെ സൈലന്റാ. ഇവിടെ വന്ന എന്നിട്ട് ഓളുണ്ട് ആർക്കലെടുത്തു. ഓളോട് അതേപോലത്തെ ഒച്ചാ. ഇയാളെ ഞാൻ മുന്നിൽ കണ്ടിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞാ. ഇതൊക്കെ അതിന് ആണുങ്ങളെ കടത്ത് ചാടും. ഇയാളെ ഞാൻ മുന്നിൽ കണ്ടിട്ടില്ലല്ലോ. ഇത് ഏതാ സാധനാണ്? തേങ്ങനെ അപമാനിച്ചാലില്ലേ? അല്ല, തേങ്ങനെ അപമാനിച്ചാൽ എടുത്ത തേങ്ങ വെടുക്കില്ലേ? ഹായ് നോക്കണൊക്കെ കണ്ണു വെട്ടാതെ ആ അല്ല ഓന്റെ വാപ്പ താടി വെട്ടിക്കണേ ഇപ്പത്തെ പോലെ ആയിക്കണേ. ടാറ്റാ, വൈകുന്നേരം വേട്ടാ, വൈകുന്നേരം ഈടിയിട്ട് വിളിക്കണ അനുവിനെ. എന്നാ നീ അങ്ങോട്ട് ചാടാന്ന്. അത് പോയി, എന്നാ നീ അങ്ങോട്ട് പോവാന്ന്. എങ്ങനെയാണ് രീതി? എങ്ങനെ ഇല്ലിടാ? അതന്നെ. അങ്ങനെ ഞങ്ങള് വളാഞ്ചേരി അതോ വർത്താനം പറഞ്ഞിട്ട് അവൾക്ക് തരിപ്പണ്. അങ്ങനെ ഞങ്ങള് വളാഞ്ചേരി പോവാണ് അല്ലേ? പറഞ്ഞ ഹായ് ഗൈസ്, ഞങ്ങൾ വളാഞ്ചേരി പോവാണ്. ആട്ടക്കും ബബ്ലുക്കും ലിനുക്കും ഷ്രാപ്പേഷ് കൊടുക്കാൻ പോവാണ്. പറയ്
ആൾക്കാര് പോണാണ് അവിടെ അവർക്കൂടെ ഇവിടെയൊക്കെ നോക്കുകയാണ്. അപ്പൊ സാക്ക് വീട്ടിൽ വന്ന് പോയി ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോ മക്കളെ സ്കൂൾ വിടാൻ നേരമായപ്പോ വളാഞ്ചേരിക്ക് പോട്ടെ. ഞാൻ മക്കളെ ഏറ്റി നമുക്ക് ഓൽക്ക് കുറച്ച് ചീത്ത പറയുന്നുണ്ട്. നമുക്ക് ഓൽക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും ഓലെ കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് വളാഞ്ചേരി പോവാണ് കേട്ടാ. അപ്പൊ ടൈം കിട്ടിച്ചാല് സാക്കു ആളുകളും കൂടി ആളുസും കുട്ടികളൊക്കെ പാടി വളാഞ്ചേരിക്ക് വരും. അപ്പൊ അവിടെ വെച്ചിട്ട് എവിടെയെങ്കിലും ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഓലെ അറിയാത്ത രീതിയിൽ ഓരോരുത്തേക്ക് വരണം എന്നാണ് പ്ലാൻ ഇട്ടിക്കണത്. അപ്പൊ പ്ലാനുകളൊക്കെ അതുപോലെ നേരം ഒന്നും വൈകില്ലാന്ന് പറയുമ്പോൾ പ്ലാനുകളൊക്കെ അതുപോലെ നടത്തണമെന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നൊക്കെ അറിയാം. കാരണം ഓല് ഭയങ്കര സർപ്രൈസ് ആവും. കാരണം സാക്കുമ്മ വരികയാണ് എന്നുള്ളതല്ലാതെ ഇവിടെ എത്തിക്കണെന്നുള്ളതോ എന്താണെന്നുള്ള ന്യൂസൊന്നും ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ എന്തായാലും ബാക്കി എല്ലാതും ഞങ്ങൾ കാണിച്ചു തരട്ടാ. പിയാച്ചിനായിട്ടാണ് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ പോണേ അല്ലേ. ഓൾക്ക് പോളെ വാപ്പിമ്മയൊന്നും വേണ്ട, ഞങ്ങളെ കൂടെ ഇങ്ങനെ തേണ്ടി നടക്കുകയാണ് അല്ലേ. വാപ്പിമ്മയൊന്നുമില്ലാതെ ഇങ്ങനെ തേണ്ടി നടക്കുക അല്ലേ. ചൊട്ടാപ്പിയേ നമ്മളോട് ഇങ്ങനെ ഇങ്ങനെ കൊഞ്ച് വർത്താൻ പറഞ്ഞാണോ മുഖം മാറി അപ്പൊ ഓളെ മുഖം മാറും. ഹായ് ഗൈസ് ഗൈസ് വേണ്ട മക്കളെ. ഹായ് ഫ്രണ്ട്സ് പറഞ്ഞില്ലേ. അപ്പൊ എന്തായാലും ഞങ്ങളെ പോവാൻ നോക്കട്ടെ. മക്കള് ബസ് ഏകദേശം ഓലത് ഇവിടെ എത്താറായിക്കണം. അപ്പൊ എന്തായാലും ഓല ഇവിടെ നിന്ന് എടുത്തെങ്ങാണ്ട് പോവാന്നുള്ള പരിപാടിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സ്കൂൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങള്. എന്നാ കൈ ഇളക്കല്ലേട്ടാ. അതന്നെ കൈ ഒരു കളക്കാതെ അറ്റടുത്തൊക്കെ വണ്ടി എടുക്കണം. അവിടെ പോത്തിരുന്ന നീ വണ്ടി എടുക്കാൻ പോണി നീറ്റ് നിക്കല്ലേ. ഞാൻ അവിടെ നിന്ന് കളിപ്പിച്ച മുടി വെട്ടണ്ടേ അങ്ങനെ മക്കളെ എടുത്ത് നേരെ വളാഞ്ചേരിയിലെത്തി. അവരെ മുടിയും കാര്യങ്ങളൊക്കെ വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരായിട്ട് വളാഞ്ചേരിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അളിയനും സാക്കും കുട്ടികളൊക്കെ പാടിയും കുറച്ചും കൂടി കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ മുടിയും കാര്യങ്ങളൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ അളിയനും സാക്കും കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരും. എന്തായാലും ഇനി ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് മക്കൾക്ക് ഭയങ്കര സന്തോഷവും സർപ്രൈസും ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങളും കൂടെ നിങ്ങളോട് പറയാൻ ഒരു പ്രധാനപ്പെട്ട വേറൊരു വിശേഷം കൂടിയുണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ട് ബാക്കി വ്ളോഗ് നമുക്ക് അടുത്ത വ്ളോഗായിട്ട് കാണാം കേട്ടോ. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വ്ളോഗായിട്ട് കാണാം. കാരണം ഞങ്ങളോട് പറയാനായിട്ടുള്ള കുറേ വിശേഷമല്ല, ഒരു വലിയ വിശേഷമുണ്ട് ഞങ്ങളെ ലൈഫിലെ വലിയൊരു കാര്യങ്ങളോട്. നമുക്ക് വന്ന ഒരു വലിയൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും അതെല്ലാം കൂടിയായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ്.